നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഫാസിസ് അക്കാഡമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം. നമ്മൾ ഇന്ന് പഠിക്കുന്നത് സിവിൽ പോലീസ് ഓഫീസർ പരീക്ഷയുടെ സ്പെഷ്യൽ ടോപ്പിക്കിലെ ഒഫൻസസ് അഗെയിൻസ്റ്റ് പ്രോപ്പർട്ടി എന്ന മേഖലയിൽ നിന്ന് വേണം. നമ്മുടെ സ്ഥാവര ജംഗമ വസ്തുക്കൾ എന്നൊക്കെ നമ്മൾ കേട്ട് കാണാം. അത്തരത്തിൽ നമ്മുടെ വസ്തുവകകൾക്ക് എതിരെ ഉണ്ടാകുന്ന അതിക്രമങ്ങളെക്കുറിച്ചാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ പരാമർശിക്കുന്നത്. അപ്പോൾ സ്പെഷ്യൽ ടോപ്പിക്കിലെ ഒഫൻസസ് അഗെയിൻസ്റ്റ് പ്രോപ്പർട്ടി എന്ന മേഖലയിൽ നോക്കുമ്പോൾ ആദ്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന കുറച്ച് സെക്ഷനുകളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു സെക്ഷനാണ് IPC 378 എന്ന് പറയും. അല്ല, IPC 378 ആണ്. എന്താണ് IPC 378? ഇതിനെ ഭാരതീയ ന്യായ സംഹിതയിൽ പറയുന്ന എന്താണ്? BNS സെക്ഷൻ 303 സബ്ക്ലോസ് 1 എന്നാണ് പറയുന്നത്. സെക്ഷൻ 303 സബ്ക്ലോസ് 1 ആണ് അല്ലേ. IPC സെക്ഷൻ 378 ഭാരതീയ ന്യായ സംഹിതയിലെ സെക്ഷൻ 303 ആണ്. അപ്പോൾ എന്താണ് എന്ന് നമുക്കിതൊന്ന് നോക്കാം അല്ലേ. തെഫ്റ്റ് അഥവാ മോഷണത്തെക്കുറിച്ചാണ് IPC സെക്ഷൻ 378 പ്രതിപാദിക്കുന്നത്. എന്തിനെക്കുറിച്ചാണ്? മോഷണം അഥവാ തെഫ്റ്റിനെ കുറിച്ചാണ് ഇവിടെ പ്രതിപാദിക്കുന്നത്. അതായത് മറ്റൊരു വ്യക്തിയുടെ കൈവശം ഇരിക്കുന്ന ഒരു സാധനം അല്ല, മറ്റൊരു വ്യക്തിയുടെ കൈവശമാണ് ഇരിക്കുന്നത്. ആ ഒരു സാധനം ദുരുദ്ദേശത്തോടു കൂടി എന്ത് ചെയ്യണം? അവിടെ നിന്ന് മാറ്റുക, എടുത്തു മാറ്റുക. അനുമതിയില്ലാതെ ദുരുദ്ദേശത്തോടു കൂടി എടുത്തു മാറ്റുന്ന പ്രക്രിയ, അതിനെയാണ് നമ്മൾ മോഷണം അഥവാ തെഫ്റ്റ് എന്ന് പറയുന്നത്. ഇങ്ങനെ എടുത്തു മാറ്റുന്ന ആ ഒരു പ്രക്രിയ, അതിനെയാണ് മോഷണം അഥവാ തെഫ്റ്റ് എന്ന് പറയുന്നത്. ഇങ്ങനെ എടുത്ത് മാറ്റുന്നതിനെന്തുണ്ട്? ഒരു പണിഷ്മെൻ്റ് ഉണ്ട്. അതായത് പണിഷ്മെൻറ്റ് ഫോർ തെഫ്റ്റ്, മോഷണത്തിനുള്ള ശിക്ഷയുണ്ട്. ആ മോഷണത്തിനുള്ള ശിക്ഷയെപ്പറ്റി പ്രതിപാദിക്കുന്ന വകുപ്പ് എന്ന് പറയുന്നത് IPC സെക്ഷൻ 379 ആണ്. IPC സെക്ഷൻ 379 പ്രതിപാദിക്കുന്നത്, അല്ലെങ്കിൽ ഭാരതീയ ന്യായ സംഹിതയിലെ സെക്ഷൻ 303 സബ്ക്ലോസ് 2 പ്രതിപാദിക്കുന്നത് പണിഷ്മെൻറ്റ് ഫോർ തെഫ്റ്റ്, അതാണ് മോഷണത്തിനുള്ള ശിക്ഷയെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്. മോഷണം നടത്തിയാൽ അതിനൊന്നുണ്ട്, IPC പ്രകാരം ഒരു ശിക്ഷയുണ്ട്. ആ ശിക്ഷയാണ് 3 വർഷത്തെ തടവും പിഴയുമാണ് അല്ലെ. 3 വർഷത്തെ തടവും പിഴയുമാണ്. ഇതൊരു നോൺ ബെയിലബിൾ ഒഫൻസാണ്. ഒരു നോൺ ബെയിലബിൾ ഒഫൻസാണ്. 3 വർഷത്തെ തടവുണ്ട്, പിഴയുമുണ്ട് അല്ലേ. ഇനി ഇത് ഭാരതീയ ന്യായ സംഹിത പ്രകാരമാണെങ്കിലും, ഭാരതീയ ന്യായ സംഹിത പ്രകാരമാണെങ്കിൽ 3 വർഷത്തെ തടവുണ്ട്, പിഴയുണ്ട്, അതിനു പുറമെ നോൺ ബെയിലബിൾ ഒഫൻസും ഉണ്ട്. അപ്പോൾ 3 വർഷത്തെ തടവുണ്ട്, പിഴയുണ്ട്, അതിനു പുറമെ നോൺ ബെയിലബിൾ ഒഫൻസും ഉണ്ട് അല്ലേ. ഇനി ഇത് ആവർത്തിച്ചു കഴിഞ്ഞാലോ, രണ്ടാം വട്ടം ഇത് ആവർത്തിച്ചു കഴിഞ്ഞാലോ 1 മുതൽ 5 വർഷം വരെ എന്തുണ്ട്? തടവുണ്ട് അല്ലെ. 1 മുതൽ 5 വർഷം വരെ തടവ് ഇവിടെ ഉണ്ടാവും അല്ലേ. ഇനിയോ മോഷണ വസ്തു അല്ലേ, മോഷണ വസ്തു 5000 രൂപയേക്കാൾ കുറവുള്ളതാണ് എന്നുണ്ടെങ്കിൽ മോഷണം നടത്തുന്ന ആളിനോട് ചെറിയൊരു ഇളവ് കാണിക്കാറുണ്ട്. അതായത് ആൾ ആ മോഷണ വസ്തുവിൻ്റെ മൂല്യത്തിനൊത്ത നഷ്ടപരിഹാരം കൊടുക്കുകയും വേണം. കമ്മ്യൂണിറ്റി സർവീസ് അഥവാ സാമൂഹ്യ സേവനം എന്ന് പറയുന്നത് നടത്തുകയും വേണം. ഇതാണ് IPC സെക്ഷൻ 378. അതേപോലെ തന്നെ മോഷണത്തെക്കുറിച്ചും അതേപോലെ മോഷണത്തിൻ്റെ ശിക്ഷ എന്ന് പറയുന്ന സെക്ഷൻ 379 പ്രതിപാദിക്കുന്നത്. ഇനി അടുത്ത സെഗ്മെൻറ്റ് നോക്കിയാലോ, IPC സെക്ഷൻ 300 ആണ് അല്ല. IPC സെക്ഷൻ 300 എന്ത് എന്ന് നമുക്ക് നോക്കാം അല്ല. IPC സെക്ഷൻ 300 ഭാരതീയ ന്യായ സംഹിതയിലെ സെക്ഷൻ 305 ആണ്. IPC സെക്ഷൻ 300 അതല്ലെങ്കിൽ ഭാരതീയ ന്യായ സംഹിതയിലെ സെക്ഷൻ 305 ആണ്. എന്താണ് ഇവിടെ പ്രതിപാദിക്കുന്നത്? തെഫ്റ്റ് ഇൻ ഡ്വെല്ലിംഗ് ഹൗസ് ഓർ മീൻസ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ ഓർ പ്ലേസ് ഓഫ് വർഷിപ്പ് എക്സെട്ര. അതായത് നമ്മൾ താമസിക്കുന്ന സ്ഥലം, അതല്ല എന്നുണ്ടെങ്കിൽ യാത്ര ആവശ്യത്തിനായിട്ട് ഉപയോഗിക്കുന്ന ഗതാഗത മാർഗങ്ങൾ, അതുമല്ലെങ്കിൽ ആരാധനയ്ക്കായി ഒത്തുചേരുന്ന സ്ഥലം, ഈ പ്രദേശങ്ങളിലോ ഈ സാഹചര്യങ്ങളിലോ സംഭവിക്കുന്ന മോഷണങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന സെക്ഷനാണ് സെക്ഷൻ 300. ഭാരതീയ ന്യായ സംഹിതയിലാണെങ്കിൽ 305, IPC സെക്ഷൻ ആണെങ്കിൽ ഇത് 300 ആയിട്ടാണ് നമ്മൾ പറയുന്നത് അല്ലേ. അപ്പോൾ എന്തെല്ലാമാണ് ഇവിടെയെല്ലാമാണ് ഇത്തരത്തിലുള്ള മോഷണത്തിന് ആധാരമായിട്ടുള്ള സംഭവം നമുക്ക് നോക്കാം അല്ലേ. യാത്ര അല്ലേ, നോക്കിയെന്താ മനുഷ്യരുടെ വാസസ്ഥലം എന്ന് നിർവചിക്കുന്നത് ഒരു കെട്ടിടമായിരിക്കാം, അതൊരു കൂടാരമായിരിക്കാം, അതല്ലെങ്കിൽ ഒരു ജലയാനം, ഹൗസ് ബോട്ട് വേണമെങ്കിലും ആവാം അല്ലേ. അപ്പോൾ കെട്ടിടം, കൂടാരം, ജലയാനം എന്നിങ്ങനെയുള്ള മനുഷ്യരുടെ വാസസ്ഥലങ്ങളിൽ നടക്കുന്ന മോഷണം ഒന്ന് അല്ലേ, അത് IPC സെക്ഷൻ 300 പരിധിയിലാണ് പെടുന്നത്. പിന്നെയോ യാത്ര, അതേപോലെ ചരക്ക് എന്നിവ കൊണ്ടുപോകുന്ന ആ ഗതാഗതത്തിൻ്റെ മാർഗം അല്ലേ. ഇത് കൊണ്ടുപോകുന്ന വാഹനമാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ യാത്രയ്ക്കായിട്ടും ചരക്ക് ഗതാഗതത്തിനായിട്ട് ഉപയോഗിക്കുന്ന ഗതാഗതം മോഷണം കൊണ്ടുപോയി, അത് വണ്ടി മോഷണം നടത്തി കഴിഞ്ഞാൽ. ഇനി മൂന്നാമതോ ഗതാഗതത്തിന് ഉപയോഗിക്കുന്നവയിൽ നിന്നുള്ള മോഷണം. അപ്പോൾ ഗതാഗതത്തിനായിട്ട് ഉപയോഗിക്കുന്ന വാഹനത്തിൻ്റെ പ്രധാനപ്പെട്ട പാർട്സുകൾ അല്ലേ, അതൊക്കെ മോഷണം നടത്തുന്നതും ഈ കുറ്റമായിട്ട് വരും.
ആരാധിക്കാൻ വിഗ്രഹം അല്ല, വിഗ്രഹത്തെ വെച്ച് ആരാധിക്കാൻ ക്ഷേത്രങ്ങളിലേക്ക് കടന്നു ചെന്നിട്ട് ക്ഷേത്രവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആരാധനയുടെ ഭാഗമായിട്ടുള്ള വസ്തുക്കൾ കടത്തിക്കൊണ്ടു പോകുന്നത് ഇവിടെ പെടുന്നതാണ്. ഇനി അതുപോലെ ഗവൺമെൻറ് ഓർ തദ്ദേശീയമായി അധികാരപ്പെടുത്തിയവരുടെ മോഷണം. അപ്പം ഗവൺമെൻറ്റിൻ്റേതായിട്ടുള്ള ഓഫീസുകളിൽ നിന്നുള്ള മോഷണം, അതേപോലെ തദ്ദേശീയമായിട്ട് ചില ചുമതലക്കാരേക്ക് വെച്ചിരിക്കുന്ന ചില സ്ഥാപനങ്ങളൊക്കെ കാണും. അതായത് പൊതുവായിട്ടുള്ള പബ്ലിക്കായിട്ടുള്ള വൈദ്യുതി ബൾബുകളൊക്കെ പോലുള്ള സംഭവങ്ങളൊക്കെ അതൊക്കെ മോഷിക്കുന്ന കാര്യങ്ങളും ഇതിൽ പെടുന്നതാണ്. അപ്പം ഇതൊക്കെയാണ് IPC സെക്ഷൻ 300 പ്രകാരം പെടുന്നത്. ഇങ്ങനെ ചെയ്യുന്ന ആളുകൾക്കുള്ള ശിക്ഷ എന്ന് വെച്ചാൽ IPC എന്ന് വെച്ചാൽ ഇന്ത്യൻ പീനൽ കോഡ്, BNS എന്ന് വെച്ചാൽ ഭാരതീയ ന്യായ സംഹിതയാണ്. അത് പ്രകാരം ഇത് ജാമ്യമില്ലാത്ത വകുപ്പുമാണ്. 7 വർഷം വരെ തടവും പിഴയിൽ ലഭിക്കാവുന്ന ഒരു കുറ്റവുമാണ് ഇത്. ഇനിയോ IPC സെക്ഷൻ 381 നോക്കിയാലോ. IPC സെക്ഷൻ 381 അല്ലെങ്കിൽ ഭാരതീയ ന്യായ സംഹിതയിലെ സെക്ഷൻ 306 എന്ന് പറയും അല്ലേ. IPCയിലെ സെക്ഷൻ 381 അതുമല്ലെങ്കിൽ ഭാരതീയ ന്യായ സംഹിതയിലെ സെക്ഷൻ 306 എന്താണ് നമുക്കിവിടെ പറയാൻ പറ്റുന്നത്? തെഫ്റ്റ് ബൈ ക്ലർക്ക് ഓർ സർവൻ്റ് ആണ് ഓഫ് പ്രോപ്പർട്ടി ഇൻ പൊസഷൻ ഓഫ് മാസ്റ്റർ. യജമാനൻ്റെ കൈവശമിരിക്കുന്ന അല്ലെങ്കിൽ മേധാവിയുടെ കൈവശമിരിക്കുന്ന അതല്ലെങ്കിൽ ഉടമസ്ഥൻ്റെ കൈവശമിരിക്കുന്ന ഒരു വസ്തു ആ ഉടമസ്ഥൻ്റെ സേവകൻ അതല്ലെങ്കിൽ യജമാനൻ്റെ ഭൃത്യൻ അതുമല്ലെങ്കിൽ ബോസിൻ്റെ ക്ലർക്കായിട്ടുള്ള ആരെങ്കിലും എന്ത് ചെയ്യുന്നു, കൈവശപ്പെടുത്തുന്ന പ്രക്രിയ. അതാണ് IPC സെക്ഷൻ 381 അതല്ലെങ്കിൽ ഭാരതീയ ന്യായ സംഹിതയിലെ 306 വകുപ്പിൽ പ്രതിപാദിക്കുന്നത്. യജമാനൻ്റെ കൈവശമുള്ള വസ്തു ഭൃത്യൻ മോഷ്ടിച്ചാലുള്ള ശിക്ഷ എന്താണ് എന്ന് പറയുന്നുണ്ട് ഇവിടെ. ഇന്ത്യൻ പീനൽ കോഡ് പ്രകാരമാണെങ്കിലും ഭാരതീയ ന്യായ സംഹിത പ്രകാരമാണെങ്കിലും 7 വർഷം വരെ കഠിന തടവും അതിനുള്ള പിഴയും ജാമ്യമില്ലാത്തൊരു വകുപ്പുമാണ് ഈ പറയുന്ന യജമാനൻ്റെ കൈവശമിരിക്കുന്ന വസ്തു ഭൃത്യൻ മോഷ്ടിച്ചു കഴിഞ്ഞാൽ എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇനി അടുത്ത ഒരു വകുപ്പുണ്ട്. അടുത്തെന്താണ്? IPC സെക്ഷൻ 382 ആണ്. IPC സെക്ഷൻ 382 ഭാരതീയ ന്യായ സംഹിതയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന 307 എന്ന വകുപ്പിലാണ് അല്ലെ. ഭാരതീയ ന്യായ സംഹിതയിൽ 307 വകുപ്പാണ്. ഇതെന്തിനെ പറ്റിയാണ് പറയുന്നത്? തെഫ്റ്റ് ആഫ്റ്റർ പ്രിപ്പറേഷൻ മേഡ് ഫോർ കോസിംഗ് ഡെത്ത്, ഹോൺ ഓർ ഹർട്ട് ഓർ റിസ്ട്രെയിൻഡ് ഇൻ ഓർഡർ ടു ദ കമ്മ്യൂട്ടിംഗ് ഓഫ് ദ തെഫ്റ്റ് അല്ലേ. അപ്പോൾ എന്ന് വെച്ചാൽ എന്താണ്? കണക്റ്റിംഗ് ഓഫ് ദ തെഫ്റ്റ്. വായിക്കാൻ എനിക്കും ബുദ്ധിമുട്ടാണ് അല്ലേ, എൻ്റെ കൈവശമാണ് എങ്കിലും അപ്പോൾ എന്താണ് കൃത്യമായി പറഞ്ഞാൽ എത്രയേ ഉള്ളൂ. എന്താണ്? അതായത് മോഷണം നടത്തുന്നതിനായിട്ട് ഒരു വ്യക്തിയുടെ മരണം അതല്ലെങ്കിൽ ഒരു ദേഹോപദ്രവം എന്നിവ എന്ത് ചെയ്യണം? കരുതിക്കൂട്ടി ചെയ്യുക എന്നാണ് കമ്മ്യൂട്ടിംഗ് അല്ലേ. അപ്പോൾ അങ്ങനെ കമ്മ്യൂട്ട് ചെയ്യുകയാണ്. കമ്മ്യൂട്ടിംഗ് ഓഫ് ദ തെഫ്റ്റ് എന്നാണ് പറയുന്നത്. അതായത് തെഫ്റ്റ് ആഫ്റ്റർ പ്രിപ്പറേഷൻ മേഡ് ഫോർ കോസിംഗ് ഡെത്ത്, ഹർട്ട് ഓർ റിസ്ട്രെയിൻഡ് ഇൻ ഓർഡർ ടു ദ കമ്മ്യൂട്ടിംഗ് ഓഫ് ദ തെഫ്റ്റ്. അപ്പോൾ മോഷണം നടത്താൻ വേണ്ടിയിട്ട് ഒരാളെ ബോധപൂർവം വേണമെങ്കിൽ കൊലപ്പെടുത്താൻ വരെ തയ്യാറാവുന്ന പ്രക്രിയ. അതാണ് IPC സെക്ഷൻ 382 ഭാരതീയ ന്യായ സംഹിതയിലെ 307 പ്രതിപാദിക്കുന്നത് അല്ലേ. ഇതിൽ IPC BNS പ്രകാരം 10 വർഷം വരെ കഠിന തടവുണ്ട് അല്ലേ. IPC BNS പ്രകാരം 10 വർഷം വരെ കഠിന തടവും പിഴയുമുണ്ട്. ഇതൊരു നോൺ ബെയിലബിൾ ഒഫൻസും കൂടിയായിട്ടാണ് പ്രതിപാദിക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ പഠിച്ചത് ഭാരതീയ ന്യായ സംഹിത അതേപോലെ തന്നെ ഇന്ത്യൻ പീനൽ കോഡ് എന്നിവ പ്രകാരം ഒഫൻസസ് എഗെയിൻസ്റ്റ് പ്രോപ്പർട്ടി എന്ന് പറയുന്ന ഒരു മേഖലയാണ് അല്ലേ. നമ്മുടെ വസ്തുവകകൾക്കെതിരായിട്ട് ഉണ്ടാകുന്ന അതിക്രമങ്ങളെക്കുറിച്ചും അതിനുള്ള ശിക്ഷാവിധികളെക്കുറിച്ചുമാണ് ഇവിടെ പ്രതിപാദിക്കുന്നത്. അപ്പോൾ ഈ ഒരു സിവിൽ പോലീസ് ഓഫീസർ പരീക്ഷയ്ക്ക് നൽകുന്ന ക്ലാസ്സുകൾ മനസ്സിലാക്കാൻ സാധിക്കുന്നുവെന്ന് വിശ്വസിച്ചുകൊണ്ട് നിർത്തുന്നു. ഓൾ ദ ബെസ്റ്റ്.